ഫസ്റ്റ് മോഡ്യൂളിൽ നമുക്ക് നോക്കാനുള്ള റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡുണ്ട്, ഇൻസ്റ്റന്റേനിയസ് മെത്തേഡുണ്ട്. അതിപ്പോൾ നമുക്ക് വെലോസിറ്റി അനാലിസിസ് ആണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വെലോസിറ്റി അനാലിസിസ് ഓഫ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് നമ്മൾ എങ്ങനെ ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് മെക്കാനിസംസിൻ്റെ ഓരോ പോയിന്റിലുള്ള ഇത് വെലോസിറ്റി ഓഫ് മെക്കാനിസം അറ്റ് പർട്ടിക്കുലർ പോയിന്റ്, ഇപ്പം ഓരോ പോയിന്റിലുള്ള വെലോസിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. What are the methods available? We have to study two types of methods. First one is the relative velocity method and the second one is instantaneous method. Relative velocity method എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തിരി ഐഡിയ മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സാധനമാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ വെലോസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ എ മെക്കാനിസം. അപ്പോൾ നിങ്ങൾ 4 bar മെക്കാനിസത്തിനെ കുറിച്ചും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെക്കാനിസംസിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ഫെമിലിയർ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെക്കാനിസത്തിൻ്റെ ഇങ്ങനെയുള്ള മെക്കാനിസംസിൻ്റെ ഇത് കണ്ടുപിടിക്കണം, വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡിന് പറയുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആക്ച്വലി ദ റിലേറ്റീവ് വെലോസിറ്റി ഈസ് മീൻ ടു ബി. അപ്പോൾ ആ റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറയുന്നു, എ എന്ന് പറയുന്നൊരു ബോഡി ഉണ്ടെന്ന് നോക്കുക. ദിസ് ഈസ് എ ബോഡി named as A and it is having a velocity in particular direction. Let VA is equal to 5 meter per second. This is actually the magnitude of the velocity. The velocity of point A എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ്, 5 meter per second എന്ന് പറയും. ഇനി ഈ വെലോസിറ്റി പറഞ്ഞപ്പോഴുള്ള ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ആക്ച്വലി എ വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലേ, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഇപ്പോൾ ഡയറക്ഷൻ ഞാൻ ഈ ഒരു ഫിഗർ നോക്കിയാലേ എനിക്ക് മനസ്സിലാകാൻ പറ്റൂ. ഈ റൈറ്റ് സൈഡിലേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇപ്പോൾ ബി എന്ന് പറയുന്ന വേറൊരു ബോഡി ഉണ്ട് നോക്കുക. ദിസ് ഈസ് എ ബോഡി ബി വിച്ച് ഈസ് ഹാവിങ് മോഷൻ ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ദ വെലോസിറ്റി ഓഫ് ദാറ്റ് ബോഡി ഈസ് ഈക്വൽ ടു സേ 8 meter per second. This is actually the velocity of body B. ബോഡി ബിയുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കൂടി എന്താണ്, വെലോസിറ്റി കൂടിയൊരു ബോഡിയാണ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ, വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഹാവിങ് ബോത്ത് ഡയറക്ഷൻ ആസ് വെൽ ആസ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ 5 ആണ്, ഇതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് 5 ആണ്, ഡയറക്ഷൻ ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കാണ്. ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 8 ആണ്, ഡയറക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ട് വെലോസിറ്റീസും ദീസ് ആർ നോൺ ആസ് ദ അബ്സല്യൂട്ട് വെലോസിറ്റീസ് ഓഫ് ദാറ്റ് ബോഡീസ്. അബ്സല്യൂട്ട് വെലോസിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി അളക്കുകയാണെങ്കിൽ, വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്കറിയാം. അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, വി ക്യാൻ ഫൈൻഡ് ദ വെലോസിറ്റി, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. മറ്റേത് സ്പീഡ് എന്ന് പറയും. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റ് ഡെഫിനേഷൻ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറയാം. അതായത് മൊത്തം ട്രാവൽ ചെയ്ത ആ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ സമയം കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ്. ദാറ്റ് മീൻസ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ബോഡി പെർ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ആയിരിക്കും ആ ബോഡി മൂവ് ചെയ്യുന്നതെന്നായിരിക്കും ആ ഒരു വെലോസിറ്റി തരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ വെലോസിറ്റി ഒരു ബോഡിയുടെ നോക്കുന്നത് ഒരു സ്റ്റേഷനറി പോയിന്റിൽ നിന്നുകൊണ്ടാണ്. സപ്പോസ് ഇതാണ് നമ്മുടെ സ്റ്റേഷനറി പോയിന്റ് O എന്ന് നോക്കുക. അപ്പോൾ ഈ സ്റ്റേഷനറി പോയിന്റ് Oയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ബോഡി എയിനെ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. അതായത് എയുടെ വെലോസിറ്റി ഞാൻ നോക്കുന്നത്. ദാറ്റ് മീൻസ് ദ റെഫറൻസ് പോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് ബോഡി എ ഈസ് ആക്ച്വലി O വിച്ച് ഈസ് ആക്ച്വലി ഫിക്സഡ്. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അഥവാ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ O എന്ന് പറയുന്ന റെഫറൻസ് ഇവിടെ സ്റ്റേഷനറി ആണ്, ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. അതേപോലെ ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ വെലോസിറ്റി ഞാൻ നോക്കിയതും അവിടെ നിന്നുകൊണ്ട് തന്നെയാണ്. അതായത് ഈ O എന്ന് പറയുന്ന പോയിന്റ് നിന്നുകൊണ്ടാണ് ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ വെലോസിറ്റി നോക്കിയപ്പോൾ എനിക്ക് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിയത്. ബിക്കോസ് ദ റെഫറൻസ് ഈസ് ആൾസോ സ്റ്റേഷനറി, റെഫറൻസ് സ്റ്റേഷനറി ആണ്. ചുരുക്കി ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ കൂടെ ഒരു വണ്ടി ഓടുകയാണെങ്കിൽ ആ വണ്ടി ഓടുമ്പോഴത്തേക്ക് ആ ഓടുന്ന വണ്ടിയുടെ വെലോസിറ്റി എന്ന് പറയുന്ന റോഡിന് വിത്ത് റെസ്പെക്ട് നമ്മൾ പറയുമ്പോൾ റോഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കൺസിഡർ ടു ബി ദ റെഫറൻസ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർ ടു ബി സ്റ്റേഷനറി. അല്ലെങ്കിൽ ആ റോട്ടിൽ നിൽക്കുന്ന ഞാനാണ് ആ വണ്ടിയുടെ വെലോസിറ്റി നോക്കുന്നതെങ്കിൽ വെലോസിറ്റി ഓഫ് ദാറ്റ് ബോഡി എന്ന് പറയുന്നത്, ആ ബോഡിയുടെ റെഫറൻസ് എന്ന് പറയുന്നത് ഞാൻ അവിടെ റോഡിൽ നിൽക്കുകയാണ്, റോഡ് സ്റ്റേഷനറി ആണ്, ഞാൻ സ്റ്റേഷനറി ആണ്. ദാറ്റ് മീൻസ് റെഫറൻസ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ബോഡിയുടെ വെലോസിറ്റി നോക്കിയാൽ ആ ബോഡിയുടെ വെലോസിറ്റിനെ അതിൻ്റെ അബ്സല്യൂട്ട് വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഓഫ് ബോഡി എ ആൻഡ് വെലോസിറ്റി ഓഫ് ബോഡി ബി ആർ ദ അബ്സല്യൂട്ട് വെലോസിറ്റീസ് ഓഫ് ബോഡീസ് എ ആൻഡ് ബി.
അപ്പോൾ എ എന്ന് പറയുന്ന ബോഡിയുടെയും ബി എന്ന് പറയുന്ന ബോഡിയുടെയും അബ്സല്യൂട്ട് വെലോസിറ്റീസ് ആണ് ഇതെന്ന് പറയാൻ പറ്റും വി എ ആൻഡ് വി ബി. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, വി എ ആൻഡ് വി ബി ആർ the absolute velocities of bodies A and B. അപ്പോൾ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ബോഡീസിൻ്റെ അബ്സല്യൂട്ട് വെലോസിറ്റീസ് ആണ് വി എയും വി ബിയും. നൗ വാട്ട് ഈസ് ദ ഐഡിയ? നമുക്ക് വേണമെങ്കിൽ ഈ വെലോസിറ്റീനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വെലോസിറ്റിക്ക് ഞാൻ വേറൊരു രീതിയിൽ പേര് കൊടുക്കാൻ പോവാം. ഐ ആം റെപ്രസെൻറ്റ്, അതായത് നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റേഷനറി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ റെഫറൻസ് മൂവി ആണെങ്കിൽ എന്തായിരിക്കും? ഈ വെലോസിറ്റി ആയിരിക്കത്തില്ല ഞാൻ കാണുന്നത്. അതായത് ഞാൻ റോട്ടിൽ കൂടെ ഓടിയിട്ട് ഒരു മൂവി എന്ന വെഹിക്കിളിൻ്റെ വെലോസിറ്റി ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൽ എഴുതി കാണിക്കുന്ന നമ്മുടെ ആ ഓടിക്കുന്ന വണ്ടിയിൽ എഴുതി കാണിക്കുന്ന വെലോസിറ്റി ആയിരിക്കത്തില്ല ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് വേരീസ് വിത്ത് റെഫറൻസ് ടു ദ വെലോസിറ്റി ഓഫ് ദാറ്റ് റെഫറൻസ്, അല്ലെങ്കിൽ it varies with respect to the reference. But reference is, if the reference is stationary, then that the velocity of that body which we are observing is known as the absolute velocity of the body, and it can be represented as velocity of point A അല്ലെങ്കിൽ velocity of body A with respect to the point O. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ബോഡിയുടെ വെലോസിറ്റി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, വെലോസിറ്റി ഓഫ് ബോഡി എ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോളാം, ആദ്യം എഴുതിയത് അക്ഷരം എന്ന് പറയുന്നത് ബോഡീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഏത് പോയിന്റിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ഏത് ബോഡിയുടെ വെലോസിറ്റി എന്നാണ് ഞാൻ എഴുതിയത്, വിത്ത് റെഫറൻസ് ടു ദ പോയിന്റ് ഒ, ദാറ്റ് മീൻസ് വി എ ഒ എന്നെനിക്ക് പറയാൻ പറ്റും, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 5 meter/second. ആൻഡ് ഹിയർ ഈസ് എ ബോഡി ബി വിച്ച് ഈസ് ഹാവിങ് എ വെലോസിറ്റി വി ബി 8 meter/second, and it can also be represented as vb with reference to o, which is equal to 8 meter/second. അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് ഈ ബോഡീനെ റിലേറ്റീവ് വെലോസിറ്റീസ് എന്ന് പറയും. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നതിന് കാര്യം ദ ബോഡി എയുടെ വെലോസിറ്റി വിത്ത് റിലേറ്റീവ് ടു ഒ ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് വെലോസിറ്റി ഓഫ് പോയിന്റ് എ വിത്ത് റെസ്പെക്ട് ടു ഒ. ഹിയർ ആൾസോ ദ വെലോസിറ്റി ഓഫ് പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു ഒ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് റിലേറ്റീവ് വെലോസിറ്റീസ് ആണ്, ഇത് അതേസമയം അബ്സല്യൂട്ട് വെലോസിറ്റീസും ആണ്. കാര്യം റിലേറ്റീവ് ടു പറയുന്ന ഒ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഫിക്സഡ് ആണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആക്ച്വലി എല്ലാം റിലേറ്റീവ് വെലോസിറ്റീസ് ആണെന്ന് നമുക്ക് പറയാം. ഇഫ് ദ റെഫറൻസ് ഈസ് സ്റ്റേഷനറി ദെൻ ദാറ്റ് റിലേറ്റീവ് വെലോസിറ്റി ഈസ് നോൺ ആസ് ദ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ദ ബോഡി. ഇപ്പോൾ റെഫറൻസ് നമ്മൾ ഏത് പോയിന്റിന് വിത്ത് റെസ്പെക്റ്റ് ആണോ നമ്മൾ ആ ബോഡീനെ റിലേറ്റ് ചെയ്യുന്നത്, ഇഫ് ദാറ്റ് ബോഡി ഈസ് നോട്ട് മൂവിങ്, ഇഫ് ദാറ്റ് ബോഡി ഈസ് സ്റ്റേഷനറി, then the velocity obtained is known as, അല്ലെങ്കിൽ represented is known as the absolute velocities. അപ്പോൾ ഈ ഇതും ഒരു റിലേറ്റീവ് വെലോസിറ്റി ആണ് ആക്ച്വലി. ഓക്കെ, ദീസ് ടു ആർ ദ റിലേറ്റീവ് വെലോസിറ്റീസ് ഓർ അബ്സല്യൂട്ട് വെലോസിറ്റീസ് ബോഡി എ ആൻഡ് ബി. നൗ നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്, സപ്പോസ് ഞാൻ ഈ ബിയിലിരിക്കുന്ന ഒരാൾ എ എന്ന് പറയുന്ന ഒരു ബോഡീനെ ഞാൻ ഒബ്സർവ് ചെയ്ത് നോക്കുക, ബി ഈസ് ഒബ്സർവിങ് എ, then what will be the velocity of B? What will be the velocity of A? അതാണ് ഞാൻ ഇനി അടുത്ത പറയാൻ പോകുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ റെഫറൻസ് ഇരുന്നുകൊണ്ടാണ് ഞാൻ എനെയും ബിനെയും നോക്കിയപ്പോൾ എനിക്ക് രണ്ട് അബ്സല്യൂട്ട് വെലോസിറ്റീസ് കിട്ടിയത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അതായത് ഞാൻ ബിയിൽ ഇരുന്നു കൊണ്ട് എ എന്ന് പറയുന്ന ബോഡിയുടെ വെലോസിറ്റി നോക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഏതിൻ്റെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? എ എന്ന് പറയുന്ന ബോഡിയുടെ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് വി എ ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഫൈൻഡ്. പക്ഷേ റെഫറൻസ് ഏതാണ്? റെഫറൻസ് ഒ അല്ല, അതിന് പകരം ബി ആണ്. ദാറ്റ് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ അക്ഷരം ഏത് ബോഡിയുടെ വെലോസിറ്റി ആണോ ഞാൻ കണ്ടുപിടിക്കുന്നത് ആ ബോഡിയിലെ വെലോസിറ്റീനെ റെപ്രസെൻറ്റ്, ആ ബോഡിയിലെ അക്ഷരമാണ്, ബോഡിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന അക്ഷരമാണ്. അപ്പോൾ ഈ അക്ഷരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതെന്തിനാണ് അത് പറയുന്നത് എന്നുള്ളത്. നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് വരുമ്പോൾ ഏറ്റവും എളുപ്പം ചെയ്യാനായിട്ട് വേണ്ടി ഒരു ഐഡിയ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴേ അതങ്ങനെ പറഞ്ഞു പോകുന്നത്. ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് വെലോസിറ്റി ഓഫ് ബി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ എ എന്ന് പറയുന്ന ബോഡിയുടെ വെലോസിറ്റിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, പക്ഷേ റെഫറൻസ് എന്ന് പറയുന്നത് ബി ആണ്. അതേപോലെ തിരിച്ചും ചെയ്യാം. അതായത് ഞാൻ എ എന്ന് പറയുന്ന ബോഡിയിൽ ഇരുന്നിട്ട് ഞാൻ ബി എന്ന് പറയുന്ന ബോഡീനെ ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു റിലേറ്റീവ് വെലോസിറ്റി കിട്ടും. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബോഡി ബി, അതായത് ബി എന്ന് പറയുന്ന ബോഡിയുടെ വെലോസിറ്റിയാണ് ഞാൻ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സ്റ്റേഷനറി അല്ല, ഞാൻ എയിൽ ഇരുന്നു കൊണ്ട് നോക്കുന്നതുകൊണ്ട് റെഫറൻസ് എന്ന് പറയുന്നത് വി ബി എ എന്നെനിക്ക്
പറയാനായിട്ട് പറ്റും. ദീസ് ആർ ദ ടു റിലേറ്റീവ് വെലോസിറ്റീസ് വിച്ച് ഐ ആം ഗോയിങ് ടു ഫൈൻഡ്. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും? റിലേറ്റീവ് വെലോസിറ്റീസ് എന്ന് പറയും. അപ്പോൾ ഇത് അബ്സല്യൂട്ട് വെലോസിറ്റീസ് അല്ല. കാര്യം ബി എന്ന് പറയുന്ന പോയിന്റും സ്റ്റേഷനറി അല്ല, വി എ ബി പറയുമ്പോൾ, വി ബി എ പറയുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റും സ്റ്റേഷനറി അല്ല. ഹൗ കുഡ് യു ഫൈൻഡ് ദീസ് ടു റിലേറ്റീവ് വെലോസിറ്റീസ്? ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ദ ഐഡിയ ഈസ് വെരി സിമ്പിൾ. വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പറയുന്ന സാധനമാണ് എത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് യു റിക്വയർഡ് ഫോർ ഫൈൻഡിങ് ദ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇത്രയും സാധനം നിങ്ങൾക്ക് വേണം. ഇത്രയും സാധനം എല്ലാം വേണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഇത്രയാണ് നമുക്കുള്ളത്. ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഇത്രയും സാധനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇതാണ്. വി എ, ഞാൻ ഇനി ഇവിടെ ഇതിനെ വി എ ഒ എന്ന് എഴുതാം. ഒ ആണല്ലോ, അതായത് അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് എ ഉണ്ട്. വി ബി ഒ, അതായത് വി ബി ഒയും എനിക്കുണ്ട്. രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് ഉണ്ട്. രണ്ടാമത്, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നു ഇത് എന്താ എനിക്ക് ഇവിടെ അറിയാമെന്നുള്ള ഈ ഒരു ഫിഗറിൽ നിന്ന് എനിക്ക് അറിയാമെന്നുള്ള എന്താണ്? ദ അബ്സല്യൂട്ട്, ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് എന്താണ്? വെലോസിറ്റീസ് വി എ ഒ ആൻഡ് വി ബി ഒ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് അതേ അറിയാം. രണ്ടാമത്തത് അതേപോലെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ എന്താണ്? അടുത്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് തന്നിട്ടുണ്ട്? ഡയറക്ഷൻസ് ഓഫ് വെലോസിറ്റീസ് വി എ ആൻഡ് വി ബി ഒ. അതായത് വി എ ഒയുടെ ഡയറക്ഷനുണ്ട്, ഇങ്ങോട്ടാണെന്നുണ്ട്, വി ബി ഒയുടെ ഡയറക്ഷനുണ്ട്. പിന്നെ അതേപോലെ മൂന്നാമത്തെ സാധനം എന്ന് പറയുന്നത് വി ഓൾസോ ഹാവ് ദ ഫിക്സഡ് പോയിന്റ്. അതായത് ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ എന്തെന്ന് പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ റെഫറൻസ് പോയിന്റ്. നമ്മളവിടുത്തെ റെഫറൻസ് പോയിന്റും ഉണ്ട്. അപ്പോൾ അബ്സല്യൂട്ട് വെലോസിറ്റീസ് പറയുന്ന ഏത് ഫിക്സഡ് പോയിന്റ് വിത്ത് റെസ്പെക്റ്റും ആണ്, ആ ഒരു ഫിക്സഡ് പോയിന്റിൻ്റെ പൊസിഷനും ഇവിടെ ഉണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പൊസിഷനൊന്നും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയും 3 കാര്യങ്ങളാണ് ഈ ഒരു ഫിഗറിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇഫ് ഐ നോ ദീസ് 3 തിങ്സ് വി ക്യാൻ ഈസിലി ഫൈൻഡ് ദ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ എ ആൻഡ് ബി. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഇത്ര സത്യം പറഞ്ഞാൽ ഇത് ഒറ്റ അടിക്ക് നമുക്ക് സ്റ്റെപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ഇത്ര വലിച്ചു നീട്ടി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് കാര്യമെന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ യു ആർ ഗോയിങ് ടു സോൾവ് ബൈ യൂസിങ് റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ്. Then you will come into this question. Then you will come into this question. Then this one. Then this one. These are the questions which are available in your handout for doing the exercises. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ട ബേസ് നമ്മൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഞാൻ പറയുന്ന സാധനം, അതായത് ഇത്രയും ഒരു സ്ഥലത്ത് ഞാൻ പറയുന്നത് എന്താണോ, ഇവിടെ ഞാൻ എന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ കണ്ട ഈ എല്ലാ ക്വസ്റ്റ്യനിലും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഞാൻ പരത്തി പറഞ്ഞത്. ഇപ്പോൾ ഞാൻ ഇത് ചുമ്മാ പെട്ടെന്ന് സിമ്പിളാണെന്നുള്ള കാര്യത്തിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ നിങ്ങൾ പോകാൻ വേണം. പോട്ടെ, ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ ടു റെപ്രസെൻറ്റ് ദി ഫിക്സഡ് പോയിന്റ് വിച്ച് ഈസ് ദ ഫിക്സഡ് പോയിന്റ്. ദിസ് ഈസ് എ ഫിക്സഡ് പോയിന്റ്. സോ ഞാനിവിടെ വെലോസിറ്റി മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി പെൻസിൽ എടുക്കുക അല്ലേ. അപ്പോൾ എല്ലാവരും പെൻസില്, സ്കെയില്, പിന്നെ കോമ്പസ് അറിയാമല്ലോ, പ്രൊട്രാക്ടർ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിർബന്ധമായിട്ടും വെക്കണം. പിന്നെ റോളർ സ്കെയിൽ ഉണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ സ്കെയിലും നമ്മൾ സ്കെയിലും നമ്മുടെ സെറ്റ് സ്ക്വയറും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരലൈൻസ് വരയ്ക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഫിഗേഴ്സ് ചെയ്യുമ്പോൾ വേണം, നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ അത് ആലോചിച്ചിരിക്കുക. അപ്പം അടുത്ത ദിവസം പോലെ ജോമെട്രി ബോക്സ് ഒക്കെ എടുത്തിട്ടിരിക്കുക, നിങ്ങൾക്കുള്ള പണി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ കണ്ടീഷൻ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ ടു മാർക്ക് എ പോയിന്റ്. ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിന്റിന് ഇവിടുത്തെ ഫിക്സഡ് പോയിന്റിൻ്റെ നെയിം കൊടുക്കുക. ഫിക്സഡ് പോയിന്റ് എ ഫിക്സഡ് അല്ല, ബി ഫിക്സഡ് അല്ല. നമുക്ക് 3 പോയിന്റ്സ് ആണുള്ളത്. പോയിന്റ് ഓഫ് റെഫറൻസ് എ ഉണ്ട്, ബി ഉണ്ട്, ഒ ഉണ്ട്. ഇതിൽ ഫിക്സഡ് നമുക്ക് ഓൾറെഡി അറിയാം, ഫിക്സഡ് പോയിന്റ് ഒ ആണ്. അപ്പോൾ ഞാൻ ഒ എന്ന് പറയുന്ന പേര് ഇതിന് കൊടുത്തു. ദിസ് ഈസ് ഒ. ഞാൻ അടുത്ത പരിപാടി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ എ എന്ന് പറയുന്ന ഇനി എനിക്കുള്ളത് 2 വെലോസിറ്റീസാണ്. ഏതൊക്കെയാണുള്ള വെലോസിറ്റി? ഒന്ന് വി എ ഒയും ഉണ്ട്, ഒന്ന് വി ബി ഒയും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെടുക്കാൻ പോവാണ്? വി എ ഒ എടുക്കാൻ പോവാണ്. അപ്പോൾ വി എ ഒ എന്ന് പറയുന്ന സാധനം ഞാൻ എടുക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ എഴുതുകയാണ്, നോക്കിക്കോളേ. വി എ ഒ ആണ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെലോസിറ്റി വെക്റ്റർ എന്ന് ഞാൻ പറയാൻ കാര്യം അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉള്ളതുകൊണ്ടാണ്. വെലോസിറ്റി വെക്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഒ എ എന്നാണ് ഞാൻ കൊടുത്തത്. എന്താണ് കൊടുത്തത്? ഒ എ എന്ന് പറഞ്ഞാൽ വി എ ഒ ആണെങ്കിൽ അത് തിരിച്ചിടാൻ പഠിക്കുക. തിരിച്ചിടുമ്പോൾ എന്താവും? ഒ എ എന്നാവും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ്, വിച്ച് ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഈ ഒരു സാധനം ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
എനിക്കിവിടെ ഉള്ളത് VAO ആണ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ടല്ല ഞാൻ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ പേര് നോക്കാം. വെക്ടറിൻ്റെ പേര് ഞാൻ എന്താ കൊടുത്തത്? AO ആണെങ്കിൽ OA എന്ന് കൊടുക്കും. അപ്പോൾ O മുതൽ A വരെ ഉള്ളത് അതിൻ്റെ ഡിസ്റ്റൻസ് മാഗ്നിറ്റ്യൂഡാണ് പറഞ്ഞിരിക്കുന്നത് 5 m/s. അപ്പോൾ നമുക്ക് ഈ m/s നമ്മൾ സ്കെയിലിലേക്ക് ആക്കി മാറ്റുന്നതിന് വേണ്ടി ഞാൻ പറയുന്നു 1 cm = 1 m/s ആയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ 5 cm പകരം എത്ര എടുത്താൽ 5 m/s പകരം 5 cm എടുത്താൽ മതിയാവും ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 cm = 1 m/s എന്ത് ചെയ്തത്? സ്കെയിൽ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ എന്തുകൂടെ എഴുതി വെച്ചു? വെലോസിറ്റി ഡയഗ്രത്തിൻ്റെ സ്കെയിൽ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകുന്നത് വെലോസിറ്റി ഡയഗ്രമാണ്. അപ്പോൾ ഇതെന്താണെന്ന് എഴുതണം? സ്കെയിൽ ഓഫ് ദി വെലോസിറ്റി ഡയഗ്രം എന്ന് എഴുതണം. അപ്പോൾ നമ്മൾ താഴെ എന്ത് എഴുതി? വെലോസിറ്റി ഡയഗ്രം ആണ്, അല്ലെങ്കിൽ മുകളിൽ എഴുതാം. ഇറ്റ് ഈസ് എ വെലോസിറ്റി ഡയഗ്രം which I am going to draw. വെലോസിറ്റി ഡയഗ്രം ഓഫ് ദി അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെലോസിറ്റി ഡയഗ്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ O എന്ന് പറയുന്ന പോയിന്റ് കിട്ടിയല്ലോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? OA വരയ്ക്കാൻ പോവാം. അപ്പോൾ OA വരയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ നോക്കും ഈ വരച്ച സ്ഥലത്ത് Oയോ AO എവിടെയെങ്കിലും ഉണ്ടാകും നോക്കും. ദാറ്റ് മീൻസ് O ഈസ് ഹിയർ. നൗ വി ഹാവ് ടു ഫൈൻഡ് A. ദാറ്റ് മീൻസ് OA നമുക്ക് വരയ്ക്കണം ഇൻ ദ ഡയറക്ഷൻ വിത്ത് മാഗ്നിറ്റ്യൂഡ് 5 m/s. അപ്പോൾ 5 m/s വരെ എത്ര എടുത്താൽ മതി? 5 cm എടുത്താൽ മതി എന്ന് ഇവിടെ സ്കെയിൽ നോക്കിയാൽ അറിയാം. ഇനി 5 m/s റെപ്രസെൻറ്റ് ചെയ്യാൻ 5 cm എടുക്കണം. ഏത് ഡയറക്ഷൻ എടുക്കണം? യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ഫിഗർ. ദിസ് ഈസ് ദ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ. സാധാരണ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യും? ഈ ഡയറക്ഷന് പാരലൽ വരയ്ക്കണം. പാരലൽ വരയ്ക്കാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊരു സെറ്റ് സ്ക്വയർ ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? നമ്മുടെ സ്കെയിൽ ഉറപ്പിച്ചു. എന്നിട്ട് ഈ സാധനം എവിടെ കൊണ്ടുവച്ചിട്ട് വരച്ചാൽ ഇവിടെ കൊണ്ടുവച്ച് വരച്ചാലും ഞാൻ വരച്ചിരിക്കുന്ന ഡയറക്ഷൻ എന്തായിരിക്കും? പാരലായിരിക്കും. അതൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗ്രാഫിക്സിലൊക്കെ എപ്പോഴും വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വരച്ച സാധനം എന്ന് പറഞ്ഞാൽ ഇതിന് പാരലായിട്ടാണ്. എങ്ങോട്ടാണ് വരയ്ക്കാനുള്ളതെന്ന് അറിയാലോ? ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്ക് കിടക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരച്ചു. പക്ഷേ എത്ര ഡിസ്റ്റൻസ് വരയ്ക്കണം? 5 m/s ആയതുകൊണ്ട് 5 cm വരയ്ക്കണം. അപ്പോൾ 5 cm ആണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കാൻ പോകുന്നത്. 1 2 3 4 5. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ എനിക്ക് പേര് എന്തെന്ന് കൊടുക്കുക? എൻ്റെ പേര് OA എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേര് A എന്ന് കൊടുക്കാം. ദിസ് ഈസ് ദ ഡയറക്ഷൻ. അപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ഡയറക്ഷൻ. ഞാനിത് മാർക്ക് ചെയ്തു. ഇനി ഇതേപോലെ അടുത്ത ഉള്ളത് ഏതാ? VBO അല്ലേ? VBO ഉണ്ട്. അപ്പോൾ VBO എന്ന് പറയുന്ന സാധനം ഞാനിവിടെ എഴുതി. മുകളിലത്തെ അതേ പ്രിൻസിപ്പിൾ. അങ്ങനെയാണെങ്കിൽ വെക്ടറിൻ്റെ പേര് എന്തായിരിക്കും? OB ആയിരിക്കും. ഇത് തിരിച്ചിടുക. BO ആണെങ്കിൽ വെക്ടറിൻ്റെ പേര് OB ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര m/s ആണ്? 8 m/s. അപ്പോൾ ദിസ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ BO which is equal to OB vector which is equal to 8 m/s magnitude. Then I have to represent it in the vector diagram. എന്താണ് അതിൻ്റെ പേര്? OB. It is the name of velocity vector is actually OB. Does we have O or B in this figure? We have O here. Okay, O ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ next we have to find, we can draw OB having magnitude 8 m/s and direction in this manner. അങ്ങനെയാണെങ്കിൽ 8 m/s മാഗ്നിറ്റ്യൂഡ് വരയ്ക്കണമെങ്കിൽ നമ്മളെ സ്കെയിൽ അനുസരിച്ച് 8 m/s വരെ എത്ര എടുത്താൽ മതി? 8 cm എടുത്താൽ മതി. അതായത് ഇതുകൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര സെൻറ്റിമീറ്റർ എടുക്കുമെന്ന് കിട്ടും. 1 cm = ഇത്രയെന്ന് പറഞ്ഞെടുക്കണമെങ്കിൽ അതിനെ ഇതുകൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 തന്നെ കിട്ടും. ഓക്കെ. അപ്പോൾ 8 cm ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 8 cm വരയ്ക്കണം. ഡയറക്ഷൻ ഈസ് ദിസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ്? ഐ ആം ഗോയിങ് ടു ഡ്രോ ദി വെക്ടർ OB പാരലൽ ടു ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഓയിൽ നിന്ന് തുടങ്ങണം, ബിയിൽ അവസാനിക്കണം. പാരലൽ ടു ദിസ് ഡയറക്ഷൻ. അത് രണ്ടും പാരലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ആ ലൈനിൻ്റെ മണ്ടേ കൂടി തന്നെ വരും. അപ്പോൾ ഞാൻ 8 cm ആണ് എടുക്കാനുള്ളത്. 8 cm വരയ്ക്കണം. അപ്പോൾ 8 cm എടുക്കുമ്പോൾ ഇതുവരെ 5 6 എൻ്റെ മണ്ടേ കൂടി തന്നെ പോകുമല്ലേ? 6 7 8 ആൻഡ് ദിസ് ഈസ് എ ലെങ്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതൊരു 8 cm ആണ്. വെക്ടറിൻ്റെ പേര് O to B ആണ്. ഇവിടെ ഓയിൽ തുടങ്ങി. അപ്പോൾ എൻഡിൽ നമ്മൾ എന്തെന്ന് കൊടുക്കും? B എന്ന് കൊടുക്കും. അതിനും സെയിം ഡയറക്ഷൻ തന്നെയാണ്. ഇറ്റ് ഈസ് 8 m/s. ഓക്കെ. അപ്പോൾ OB ഞാനിവിടെ വരച്ചു. OB എന്ന് പറയുന്ന സാധനവും ഞാനിവിടെ വരച്ചു. ഇനി നിങ്ങളൊന്ന് നോക്കാൻ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിനി നമ്മൾ പറഞ്ഞത് വി ഹാവ് ടു ഫൈൻഡ് VAB ആൻഡ് VBA. ഒന്ന് നോക്കി. VAB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എൻ്റെ വെലോസിറ്റി വെക്ടർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി BA. വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറയുന്ന വെക്ടർ തിരിച്ചിടുക, BA. അതേപോലെ VBA ആണെങ്കിലോ നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? A മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. അപ്പോൾ അത് ഈ ഒരു ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. BA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഹിയർ, ബിയിൽ നിന്ന് A വരെ. ഇതാണ് അതിൻ്റെ ഡയറക്ഷനെ, B to A. വാട്ട് ഈസ് VBA? A to B. അപ്പോൾ ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് A മുതൽ B വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് AB നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്കെയിൽ, ഈ ഒരു സാധനമാണ്
എന്താണ് ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി. ഞാൻ വളർന്നു നോക്കുമ്പോഴത്തേക്ക് എനിക്ക് 3 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്ററിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഇവിടെ എത്രയാണോ സ്കെയിൽ എടുക്കുന്നത്, അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു എക്സ്, അപ്പോൾ പിന്നെ പറയാം 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് എത്ര മീറ്റർ പെർ സെക്കൻഡ് ആവും? 3 മീറ്റർ പെർ സെക്കൻഡ് ആവും. അപ്പോൾ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ പെർ സെക്കൻഡ്. സെൻറ്റിമീറ്റർ ആണ്, 3 മീറ്റർ പെർ സെക്കൻഡ്. അതെൻ്റെ ആൻസറാണ്. ദിസ് ഈസ് ദ ആൻസർ, റിക്വയർഡ് ആൻസർ, 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എയും സെയിം തന്നെ, അത് എത്ര തന്നെ കിട്ടി? 3 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. പക്ഷേ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ വരച്ച ഡയറക്ഷനാണ്. ഒന്ന് നോക്കിയേ, ഡയറക്ഷൻ നോക്കിയേ, ഇതിൻ്റെ ഡയറക്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയത്. നമ്മൾ ഡയറക്ഷൻ അനുസരിച്ചാണ് ആക്ച്വലി നിങ്ങൾ വി എ ഒ എ എന്ന് മാർക്ക് ചെയ്തത്, വി ബി ഒക്ക് ഒ ബി എന്ന് മാർക്ക് ചെയ്തത്. നിങ്ങൾ അറിഞ്ഞില്ലെന്നേ ഉള്ളൂ, നമ്മൾ പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. അപ്പോൾ വി എ ബി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ബി ടു എ ആണ്. അതായത് വി എ ബി എന്ന് പറയുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഫ്രം ബി ടു എ. വാട്ട് ഈസ് ബി ടു എ? ബിയിൽ നിന്ന് എയിലേക്ക്, അതായത് ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതേപോലെ ബി എ എന്ന് പറഞ്ഞാലും സെയിം തന്നെ. ബി എ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത്രയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് വി ബി എയും, ബിക്കോസ് ദ വെലോസിറ്റി വെക്ടർ ഈസ് എ ബി. പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെക്ടർ, അതുകൊണ്ടാണ് ഈ നമ്മൾ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞത്. വെക്ടർ ഈസ് ആക്ച്വലി എ ബി എന്ന് പറയുമ്പോൾ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് ഡയറക്ഷനാണ്. അപ്പോൾ ബി എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ ഈ വരച്ച സാധനം എന്ന് പറയുന്നത്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഈ വരച്ച ഈ ഒരു 2 സാധനം ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് വെലോസിറ്റി ഡയഗ്രത്തിൽ വരയ്ക്കുന്ന എന്തെന്ന് പറയും? ദീസ് ആർ ദ വെലോസിറ്റി വെക്ടേഴ്സ്. വെലോസിറ്റി വെക്ടേഴ്സ് എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബി ടു എ ഈസ് ദ ഡയറക്ഷൻ ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഈസ് 3 മീറ്റർ പെർ സെക്കൻഡ്. സോ ദിസ് റെപ്രസെൻറ്റ് ദ വെക്ടർ. ദിസ് ഈസ് ആക്ച്വലി what you call relative velocity. How could you find the relative velocity between two bodies? This is the answer. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒരു സാധനം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിപ്പോൾ വേറെ 2 ഡയറക്ഷൻസിലാണ് ഇത് വരുന്നതെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഒന്നുമില്ല, ഇതിപ്പോൾ ഒ എന്ന് പറയുന്ന നമ്മുടെ റെഫറൻസ് ആണ്. സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ബോഡി ഉണ്ട് വിച്ച് ഈസ് ഹാവിങ് വെലോസിറ്റി വി എ ഒ, അതായത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ഒ, അതാണ് അബ്സല്യൂട്ട് വെലോസിറ്റി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. ഇനി ബി എന്ന് പറയുന്ന വേറൊരു ബോഡി ഉണ്ട് വിച്ച് ഈസ് ഹാവിങ് വെലോസിറ്റി ബട്ട് ദ ഡയറക്ഷൻ ഈസ് ആക്ച്വലി ഇൻ ദിസ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇൻ ദിസ് മാനർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ബോഡി ബി വിത്ത് റെസ്പെക്ട് ടു ഒ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് എനിക്ക് തന്നിട്ടുണ്ട് 8 മീറ്റർ പെർ സെക്കൻഡ്. അതായത് അൺലൈക്ക് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ദീസ് 2 ബോഡീസ് ആർ ഹാവിങ് 2 ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? മറ്റേ 2 കേസിൽ രണ്ടും സെയിം പാരലൽ ഡയറക്ഷൻസ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ? എനിക്ക് സെയിം ഡയറക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഹിയർ ദീസ് 2 bodies are having unlike directions. How could we find the relative velocity between these 2 bodies? We are having 2 absolute velocities. These are VAO is equal to 5 meter per second and VBO is equal to 8 meter per second, and we are having the position of fixed point. ദാറ്റ് മീൻസ് ഒ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, ഫിക്സഡ് പോയിന്റ്, റെഫറൻസ് പോയിന്റ് ഉണ്ട്. ഫിക്സഡ് പോയിന്റ് പൊസിഷൻ വേണമെന്നില്ല, റെഫറൻസ് പോയിന്റ് ഏതാണെന്ന് അറിഞ്ഞാലും മതി, അത് എവിടെയെങ്കിലും ആയാലും പൊസിഷൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. പിന്നെ വി ഹാവ് ദ ഡയറക്ഷൻസ് ഓഫ് 2 bodies, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റീസ് ഓഫ് 2 bodies. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് പോയിന്റ് മാർക്ക് ചെയ്യും അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫിക്സഡ് പോയിന്റ് മാർക്ക് ചെയ്തു. ഫിക്സഡ് പോയിന്റ് ഒ ആയതുകൊണ്ട് ഫിക്സഡ് പോയിന്റ് ഒ എന്ന് എടുത്തു. നെക്സ്റ്റ് അടുത്ത ഫസ്റ്റ് വെലോസിറ്റി ഞാനിപ്പോൾ വി എ ഒ ആണ്, ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം. വി എ ഒ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ വെലോസിറ്റി വെക്ടർ എന്തായിരിക്കും? ഒ എ ആയിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സ്കെയിൽ ചെയ്യണമല്ലോ. ഇപ്പോൾ സ്കെയിൽ എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതും. എന്നിട്ട് എഴുതും 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ്. ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് വരെ 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പാരലൽ തന്നെ വരയ്ക്കണം. ഇതിന് പാരലായിരിക്കണം, ചുമ്മാ വരയ്ക്കരുത്. ഇതിന് നേരെ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവച്ച് പാരലൽ വരച്ചു. എന്ത് വരയ്ക്കണം? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നുണ്ടുകൊണ്ട് ഞാൻ 5 സെൻറ്റിമീറ്റർ വരച്ചു. അവസാനിപ്പിച്ചു. O2 മുതൽ എ വരെ. O ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓയും തുടങ്ങിയത്. എവിടെ വരെയുണ്ട്? എ വരെയുണ്ട്. അപ്പോൾ O2 A ആണ് ഫസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. O2 ഈസ് ഡയറക്ഷൻ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ we have to find the velocity of VBO. VBO എന്ന് പറയുന്ന വെലോസിറ്റി നമുക്ക് ഇത് വരയ്ക്കണം. We have to represent the velocity of VBO in the vector diagram, and the velocity vector will be OB, and the magnitude is given as 8 meter per second. Then we are going to draw the velocity vector in this velocity diagram. Velocity diagramത്തിൽ velocity vector വരയ്ക്കാൻ പോവാണ്. OB is the name of the vector. നമ്മൾ നോക്കും ഇവിടെ എന്താണ് in the velocity diagram whether we have O or B. നമുക്ക് ഓയോ ബിയോ ഉണ്ടോ എന്ന് നോക്കും. We are having O. So
this will be the point where the velocity vector will be passing through. അപ്പോൾ OB എന്ന് പറയുന്ന വെലോസിറ്റി വെക്ടർ പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. Now we have to find the direction of OB. The direction is given from the arrangement shown in the figure. That means this is the direction of VBO. Therefore we can draw a parallel line which is passing through O. അതായത് O ഉള്ളതുകൊണ്ട് O കൂടെ തന്നെ വരയ്ക്കണം. And it will end at B and will be having a magnitude of 8 meter per second. That means 8 centimeter. ഓക്കെ, ഞാൻ ഇതിന് പാരലായിട്ട് വരയ്ക്കുക. ഓയിൽ കൊണ്ടുവരണം. ഓയിൽ കൊണ്ടുവച്ചിട്ട് പാരലായിട്ട് വരയ്ക്കണം. പാരൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നേരെ അറിയാം. This is the parallel. പാരൽ അങ്ങ് വരച്ചു. ആൻഡ് ഐ ആം ഗോയിങ് ടു റെപ്രസെൻറ്റ് 8 സെൻറ്റിമീറ്റർ ഓൺ ദിസ് ലൈൻ, ഇൻ ദിസ് ലൈൻ. അപ്പോൾ അതിൽ 8 സെൻറ്റിമീറ്റർ വരച്ചു. ആൻഡ് ഇറ്റ് വിൽ ബി ദ vector OB. That means O is this point and the end point will be B and it will be having this direction. Okay, but this is the velocity vector diagram. Now we have to find the velocity VAB. How could you find VAB? The vector will be BA. The velocity vector which represents the velocity of point A with respect to B will be VBA and the magnitude will be something which we are going to measure. BA എവിടെ കിടപ്പുണ്ട്? ഇവിടെ B ഉണ്ട്, ഇവിടെ A ഉണ്ട്. So we are going to join these 2 points for getting the velocity VAB. Here it is the velocity VAB. That means VAB എന്ന് പറയുന്ന velocity നമുക്ക് ഇവിടെ കിട്ടും. What will be the magnitude? I'm going to measure the magnitude. It is equal to 4.2 or 4.1. The magnitude is actually 4.1. അത് നമ്മൾ ഈ ഡയറക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടൊക്കെ ഇരിക്കാം. 4.1 ആണ് നിങ്ങൾ വരയ്ക്കുന്ന ഡയറക്ഷൻ. നിങ്ങൾ ചുമ്മാ നമ്മൾ കാണിച്ചേക്കില്ല, നമുക്ക് ആംഗിൾ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഇഷ്ടമുള്ള രീതി നിങ്ങൾ ചുമ്മാ റെഫറൻസ് വരയ്ക്കുമ്പോൾ ഇഷ്ടമുള്ള ഒരു ഡയറക്ഷൻ കിട്ടും. അപ്പോൾ 4.1 ആണ്. അപ്പോൾ 4.1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 4.1 മീറ്റർ പെർ സെക്കൻഡ് ഈസ് ദ വെലോസിറ്റി, വാല്യൂ ഓഫ് വെലോസിറ്റി. അപ്പോൾ BA ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം VAB എന്നാണ് ഇവിടെ വെലോസിറ്റി എഴുതുന്നതെങ്കിൽ അതിൻ്റെ വെക്ടറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് B to A ആണ്. അതായത് B to A എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇത്ര ആലോചിച്ചാൽ മതി. If AB is the velocity, relative velocity which you are going to represent in this velocity diagram, then the direction should be given in such a way that the direction it should match the direction of velocity of A with respect to B. That means A with respect to B എന്ന് പറയുന്ന പോയിന്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, അതായത് VAB എന്ന് പറയുന്നത് വിൽ ബി BA എന്ന് പറയുന്ന വെക്ടറാണ്. അതുകൊണ്ട് B to A ആയിരിക്കും ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം എന്തും എഴുതാം, VBA എന്ന് ഇവിടെ എഴുതാം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ A ആൻഡ് B കണ്ടുപിടിക്കുമ്പോൾ VAB എന്ന് പറഞ്ഞാലും VBA എന്ന് പറഞ്ഞാലും ഈക്വലും ഓപ്പോസിറ്റ് ആയിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ VBA എന്നാണ് എഴുതുന്നതെങ്കിൽ മുകളിലോട്ട് ഡയറക്ഷൻ നിങ്ങൾ മാർക്ക് ചെയ്യരുത്. ഈ പേരനുസരിച്ച് ഇവിടെ ഡയറക്ഷൻ മാർക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് ദ നെയിം ഈസ് ഗിവൺ ആസ് BA. അതായത് BA എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫ്രം A to B. അതായത് താഴോട്ടായിരിക്കും നിങ്ങൾ ആരും ഇടേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്, പക്ഷേ ഇറ്റ് വിൽ ബി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് VAB ഈസ് ഈക്വൽ ടു മൈനസ് VBA. നമുക്ക് ഡയറക്ഷൻ്റെ സെൻസിൽ നമുക്ക് വേണമെങ്കിൽ പ്ലസ് മൈനസും കൊടുത്താൽ പറയാം. അതിനൊന്നും കാര്യമില്ല. ഏതിന് മൈനസ് കൊടുക്കണം പ്ലസ് കൊടുക്കണം നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇതാണ് റിലേറ്റീവ് വെലോസിറ്റി. ഇത്രയേ ഉള്ളൂ റിലേറ്റീവ് വെലോസിറ്റി. ഈ ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട്സ് ആക്ച്വലി the method for finding the relative velocity or velocities of the points. അതായത് A എന്ന് പറഞ്ഞ പോയിന്റ്, B എന്ന് പറഞ്ഞ പോയിന്റ്, C എന്ന് പറഞ്ഞ പോയിന്റ്, D എന്ന് പറഞ്ഞ എവിടെ അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ ഒരു പോയിന്റിൻ്റെ എല്ലാം വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. ഇതൊരു ഹാൻഡ് ഔട്ടാണ്, നിങ്ങളുടെ ഹാൻഡ് ഔട്ടാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി റെഡിയാക്കിയതായിരുന്നു. പക്ഷേ ഓഫ്ലൈൻ ആകുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ മേടിച്ച് നിങ്ങൾക്ക് പരിപാടി തുടങ്ങാം. ഇപ്പം നമുക്ക് ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ.